ഒരാഴ്ചയല്ലേ ആയോളൂ വെള്ളം മാറ്റിയിട്ട് വീണ്ടും കലങ്ങി തുടങ്ങിയല്ലേ. ഇതെന്ത് അനക്കമില്ലേ ചത്ത? ആ ജീവനുണ്ട്. അങ്കിളെ ഞാൻ പോവാ. പോണാ? എങ്ങോട്ട് പോണ? എനിക്കറിയില്ല, എനിക്ക് മതിയായി, ഞാൻ പോവാ. പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്തെന്ന് മോളെ? അതിനു വേണ്ടി എന്ത് പ്രശ്നമാണോ ഉള്ളത്? അങ്കിൾ ഇവിടെ ഉള്ള എല്ലാവരും എന്നെ ടോർച്ചർ ചെയ്യുക. അങ്കിളിന് അറിയാലോ ഞാനൊരു കോടീശ്വരിയാ. എന്നിട്ട് ഞാൻ ഒരു അഹങ്കാരവും ജാടയോ ഒന്നും കാണിച്ചിട്ടില്ല. എന്നിട്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും ഞാൻ എനിമിയെ പോലെയാ. അയ്യോ മോളെ, അത് മോക്ക് ചുമ്മാ തോന്നുന്നതാണ്. മോളെ ഇവിടെ ആരും എനിമയായിട്ടൊന്നും കണ്ടിട്ടില്ല. അയ്യോ അല്ല അങ്കിളെ, ഇന്ന് തന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പുറത്തു പോയിട്ട് വരുമ്പോ അവന്തി ഉണ്ടല്ലോ, എന്റെ മമ്മയും ഡാഡീനെയൊക്കെ ചേർത്ത് മങ്കീന്നൊക്കെ പറയുക. അവള് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്തിനാ എന്റെ മമ്മേനെയൊക്കെ പറയുന്നേ? പോട്ട് മോളെ, ഞാൻ അവന്തി മോക്ക് 2 വഴക്ക് കൊടുക്കാം. ഇനി അങ്ങനെ പറയലെന്ന് പറയാം കേട്ടാ. വേണ്ട അങ്കിളെ, മോളെ വേണ്ട, എനിക്ക് തൃപ്തിയായി, ഞാൻ പോവാ. അല്ല മോളെ, ഈ പോകുന്ന കാര്യം മോളെ അച്ഛനെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഡാഡി ഞാൻ വിളിച്ചു പറഞ്ഞോളാം. താങ്ക് യു അങ്കിളെ, താങ്ക്സ് ഫോർ എവറിത്തിങ്. അമ്മാവാ, എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ആ പിങ്കി മോള് പോയി. എവിടെ പോയി? നിങ്ങളെയൊക്കെ ശല്യം സഹിക്കാൻ വയ്യാതെ ആ കൊച്ചു വീട് വിട്ട് പോയെന്ന്. വീട് വിട്ടുപോയാ? താങ്ക് ഗോഡ്, ദൈവം പ്രാർത്ഥന കേട്ടു. ഇനിയെങ്കിലും ആ ബെഡിൽ തിങ്ങി ഞെരുങ്ങി കിടക്കാണ് മര്യ കിടക്കാമല്ലോ. ആ കൊച്ചു കരഞ്ഞോണ്ടാണ് പോയത്. അതിനിപ്പോ എന്താ? ഒന്നാമത് ആ കൊച്ചു നമ്മളായിട്ടൊന്നും ഒട്ടും സെറ്റല്ലായിരുന്നു. ആ കൊച്ചിന് അത് തന്നെ നല്ലത്. ആ പോയതേ മുതലാളിയുടെ കൂട്ടുകാരൻ്റെ മോളാണ്. ഇപ്പൊ മുതലാളി വിളിച്ച് ചോദിച്ചാൽ ഞാൻ എന്തോ ഉത്തരം പറയും? കൊച്ചു വീട് വിട്ട് പോയെന്ന് പറയണം. തമാശ കേൾക്കാൻ പറ്റിയ സമയമല്ല. എവിടെ നിന്റെ കൂട്ടുകാരുണ്ടല്ലോ അവന്തി, അവളെവിടെ? മുള്ള ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. വേണ്ട വേണ്ട എന്ന് വെക്കുന്നവരും തലേ കയറി നിരങ്ങണം എല്ലാം കൂടി. കാണിച്ചു തരാം ഞാൻ ഇന്ന്. അമ്മാവൻ അവൾ എന്ത് ചെയ്യാൻ പോവാ? നീ വന്ന് കാണും എന്ത് ചെയ്യാൻ പോണെന്ന്. കണ്ടോ? കൊല്ലല്ലേ. ഞാനാണോ വലുത് അതോ മങ്കിയാണോ വലുത് എനിക്ക് ഇപ്പൊ അറിയണം. വേദനിക്ക്, എനിക്ക് കണക്കായി പോയി. അവളുടെ വക്കാരത്തും കൂടെ എന്റെ അടുത്ത് വരെ നമ്മാൻ ഒരു ഉറപ്പില്ലേ? ഇല്ല. നീ കണ്ടോ അമ്മാവൻ ആ മങ്കിയുടെ വക്കാരത്തും കൊണ്ട് നമ്മുടെ അടുത്ത് വന്നേക്കുന്നത്? ഞാൻ അപ്പോഴേ അമ്മാവന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പോയൊന്നും ചോദിക്കണ്ടാന്ന്. അതെങ്ങനെ ചോദിക്കാതിരിക്കും മോളെ? ഞാനല്ലേ ഇവിടുത്തെ കാര്യസ്ഥന്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ ഇടപെടേണ്ടത്. എവള് പിങ്കി മോൾ എന്തെങ്കിലും പറഞ്ഞത് അത് ഞാൻ വന്ന് ചോദിക്കണ്ടേ? എന്ത് പറഞ്ഞെന്നാ? ചോദിക്ക. നീ ആ പിങ്കി മോളെ അച്ഛനും അമ്മയും മങ്കിന്ന് വിളിച്ചില്ലേ? ഓ അതാണോ? വിളിച്ച് മങ്കിന്ന് വിളിച്ചു. നോക്ക് മോളെ, ഇത്രയും വൃത്തികെട്ട പരിപാടി ചെയ്തിട്ട് അവള് ഒരു കൂസറില്ല നിക്കണ നോക്ക്. എടി പൊന്നവന്തി, നീ എന്തിനാ അവളുടെ പാരന്റ്സിനെയൊക്കെ വിളിക്കാൻ പോയത്? മോശമല്ലേ അത്? മോശമായ കൊണ്ട് കേസ് കൊടുക്ക. അല്ല പിന്നെ എടി, എന്റെ മുറി പിടിച്ചു വെച്ചതും എന്റെ ഗിഫ്റ്റ് എറിഞ്ഞു പൊട്ടിച്ചതും ആ അഹങ്കാരം തന്നെയല്ലേ? അന്ന് ചോദിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാരും അവർക്ക് സപ്പോർട്ടായിരുന്നില്ലേ? എന്റെ പൊന്നു മോളെ, അതൊക്കെ നടന്നിട്ട് എത്ര നാളായടി. നീ ഇതുവരെ അതൊന്നും മറന്നില്ലേ? ഈ അവന്തിക അങ്ങനൊന്നും ഒരു കാര്യം മറക്കത്തില്ല അമ്മാവ, ഇനി എത്ര വർഷം കഴിഞ്ഞാലും. എന്നിട്ട് ആ അഹങ്കാരം ഒരു സോറി പോലും പറഞ്ഞില്ല. എടി മോളെ, അതൊരു പാവം കൊച്ചാണ്. ഓ പാവം കൊച്ചാണോ? എന്നൊരു കാര്യം ചെയ്യും, അമ്മാവൻ അവളുടെ കൂടെ പോ. അപ്പൊ പിന്നെ ഈ വിഷമൊന്നും കാണത്തില്ലല്ലോ. ഞാൻ മോനെ ഇറക്കി വിടുവാണോ? പറയുമ്പോ കുറച്ച് ആലോചിച്ചുകൊണ്ട്. ഒന്നും ആലോചിക്കാനില്ല ചാരു. ഇപ്പൊ അവള് പോയതോണില്ല അമ്മാവൻ ഈ പ്രശ്നം എന്റെ അടുത്ത് ചോദിക്കാൻ വന്നതും ഇത്ര ഭയങ്കര വിഷമോ? അമ്മാവൻ അവളുടെ കൂടെ പോ. അപ്പൊ പിന്നെ അമ്മാവൻ എന്നും അവളെ കണ്ടോണ്ടിരിക്കാലോ, ഒരു വിഷമം ഉണ്ടാവത്തില്ല. ആടി, നീ എന്നെയും കൂടെ ഇറക്കി വിട്. എന്നിട്ട് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കേ. ഒന്ന് നിർത്തോ രണ്ടുപേരും കൂടി. പറഞ്ഞ എങ്ങോട്ടീ പോകുന്നേ? അവള് ചുമ്മാ പറയണല്ലേ? അല്ല, നിങ്ങൾ എല്ലാരും നോക്കി ഇവിടെ നിന്നില്ലേ? അത് എനിക്ക് തന്നെ കിട്ടണം. ഞാൻ പോവാം കേട്ടാ. ഇങ്ങനെ നീ ഇമോഷണൽ ആവല്ലേ പ്ലീസ്. അവള് ചുമ്മാ പറഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ? എന്തോ ചുമ്മാ ഇങ്ങനെ പറയണത്? കുറച്ചേരം കഴിഞ്ഞ് ഓക്കെ ആവുന്നേ. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ കാണിച്ചു നിനക്ക് എന്തിട്ട് കടണം? അമ്മാവനോട് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. എടി അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ? ആ പെണ്ണ് ഇവിടുന്ന് പോയതുകൊണ്ടാണ് അമ്മാവൻ ഇത്ര വിഷമം. എന്നോട് ചോദിക്കാൻ വന്നത് കേട്ടില്ലേ? എടി അമ്മാവൻ നമ്മുടെ സ്വന്തം അമ്മാവനല്ലേ? അമ്മാവൻ എന്തിനാ വന്ന് കയറിയ പെണ്ണിനൊക്കെ ഇത്ര സ്നേഹിക്കാൻ നിൽക്കുന്നത്? അത് മാത്രമല്ല, നമ്മളെ കണ്ടിട്ടില്ലേ അമ്മാവൻ ആ പീക്കരി പെണ്ണിനെ കണ്ടു തുടങ്ങിയത്? എന്നിട്ട് അമ്മാവൻ അവള് വലുത്, നമ്മൾ ആരുമല്ലല്ലോ അമ്മാവന്റെ, അല്ലേ? എടി നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടുന്നത്? നമ്മുടെ അമ്മാവനല്ല, ഒന്നില്ലെങ്കിൽ നീ ക്ഷമിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അമ്മാവൻ ക്ഷമിച്ചു കൊടുക്കുക. അതൊന്നും അല്ലടി കാര്യം. അവള് ഭയങ്കര കോടീശ്വരിയാണല്ലോ, അതുകൊണ്ട് അവളുടെ എന്ത് അഹങ്കാരത്തിന് ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പക്ഷെ അവൻ നിൽക്കത്തില്ല.
അടങ്ങ് പ്ലീസ്. കൂളാവ് സോൾവ് ചെയ്യണം പ്ലീസ്.